അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ജൂലി. ഞാൻ മലമ്പുഴ മരിയ നഗർ ഇടവകയിൽ നിന്ന് വരുന്നു. ഹസ്ബൻഡിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഒരു 1.5 മാസമായിട്ട് സ്ഥിരമായിട്ട് ആൾക്കിങ്ങനെ കൈ ധരിക്കുമായിരുന്നു, പ്രത്യേകിച്ച് ഇടത് കൈ. അപ്പോൾ അത് പകലും രാത്രി എപ്പോഴും ഉണ്ടായിരുന്നു. ഡോക്ടറെ കാണിക്കാൻ പോയില്ലായിരുന്നു, കുറേ കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ആദ്യം മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർക്ക് ഒരു സംശയം തോന്നില്ലായിരുന്നു. അപ്പോൾ എക്കോ എടുക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടു. അപ്പോൾ എക്കോയിൽ ചെറിയൊരു വേരിയേഷൻ ഉള്ളതുകൊണ്ട് ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിക്കാനായിട്ട് പിന്നീട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇവിടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ വരികയാണെങ്കിൽ ഞാനിവിടെ സാക്ഷ്യം പറയാമെന്ന് നേർന്നിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഡോക്ടറെ കാണിച്ചു. ECG എടുത്തു. അതിലൊരു ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, പക്ഷേ ഗുളിയൊന്നും കഴിക്കേണ്ട, ഡെയിലി എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിച്ചു തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഇവിടെ വന്ന് പ്രാർത്ഥന, ഈ വെഞ്ചിരിച്ച വെള്ളം ഉപയോഗിച്ചിട്ട് വീട്ടിലെല്ലാം ഞാൻ എല്ലാ മാസവും ഈ വെള്ളം ഞാൻ വെഞ്ചിരിക്കും. അതുപോലെ മറ്റേ മികായേൽ മാലാഖയുള്ള പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ ഈ വെഞ്ചിരിച്ച വെള്ളം പറമ്പ് മുഴുവൻ എന്നും തെളിക്കുന്നത്. അപ്പോൾ കൂടെ എപ്പോഴും പാമ്പ് വരുമായിരുന്നു നമ്മളുടെ വീട്ടിൽ. അതുപോലെ ഒരു നീളത്തിലൊരു വള്ളി കിടക്കുകയാണെങ്കിൽ പോലും അത് പാമ്പാണോ എന്നുള്ളൊരു ഭയമായിരുന്നു എല്ലാവർക്കും എപ്പോഴും. അപ്പോൾ ഇനിയിപ്പോൾ ഒരു വർഷത്തോളമായി പാമ്പ് തീരെ വന്നിട്ടേ ഇല്ല. അപ്പോൾ ദൈവത്തിന് നന്ദി. നമുക്ക് പാമ്പിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ജലം ഒഴിച്ചു കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന ചൊല്ലി, മികാൽമാരുടെ പ്രാർത്ഥനയോ വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ആ മേഖലകൾ വിട്ടുപോകുന്നുള്ള കാര്യമാണ് സാക്ഷ്യപ്പെടുത്തി. മികാൽമാരുടെ ജപം രാവിലെ ഒരു 12 വൈകിട്ട് 12 പറ്റുമെങ്കിൽ 33 ചൊല്ലണം.